CMR എക്സാലോജിക് മാസപ്പടി കേസിൽ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ഇഡി. മാസപ്പടി കേസിന്റെ പേരിൽ ഇഡി വേട്ടയാടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് MLA ആരോപിച്ചു. തന്റെ സുഹൃത്തുക്കളെ റെയ്ഡിന്റെ ഭാഗമായി വേട്ടയാടുന്നു. വിഷയം രാഷ്ട്രീയമായി നേരിടും. എക്സാലോജിക് ഇടപാട് നിയമപരമാണ്. ലേക്കർ ഇന്ത്യ പുതിയ സ്ഥാപനമല്ല. തന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഇതിന്റെ വിവരങ്ങളുണ്ടെന്നും റിയാസ്. CMR എക്സാലോജിക്ക കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും തന്നെ നേരിടാനാണ് CPMന്റെ തീരുമാനം. ഇന്നലെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ED നിലപാടുകളെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ സഹപാഠികളുടെയും ഒപ്പം സഹപ്രവർത്തകരുടെയും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച ആളുകളുടെയും ഒക്കെ ഓഫീസുകളിലും വീടുകളിലുമാണ് റെയ്ഡ് നടന്നത്. അതിനെയൊക്കെ പൂർണ്ണമായി തള്ളി തന്നെയാണ് ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസും രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ പാർട്ടി കായികമായി നേരിടുന്ന അല്ലെങ്കിൽ ഇവർക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കുക തുടങ്ങിയ നിലപാടുകളൊക്കെ ചെയ്തെങ്കിൽ പക്ഷേ ഇത്തവണ അത്തരമൊരു നിലപാട് CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ ഈ റെയ്ഡ് നടന്ന ഇടങ്ങളിൽ എത്തിയെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഈ കാര്യങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും തന്നെ നേരിടുമെന്നാണ് PA മുഹമ്മദ് റിയാസ് പറയുന്നത്. തന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവർക്ക് ബിസിനസ് നടത്തി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. അവർ ബിസിനസ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും വ്യക്തമാക്കുന്നു. ഈ വിവാദ കമ്പനിയുമായി ലേക്കറിന്റെയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊരു ഷെൽ കമ്പനിയാണെന്ന വാദങ്ങൾ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയുമാണ്. ഒപ്പം ഈ കമ്പനി ലാഭത്തിലല്ലാതെ ഇരിക്കുന്ന ഒരു കമ്പനി പൂട്ടുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതിന്റെ ഉടമകൾക്കുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും മറ്റ് ആളുകളുമായി ഈ കമ്പനികൾക്ക് എന്ത് ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത റിയാസ് വരുത്തിയിട്ടുമില്ല. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനമാണ്. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. ഏതാണ്ട് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന റെയ്ഡാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നടത്തിയത്. നേരത്തെ മെയ് 27 ED തിരുവനന്തപുരത്തെ T വീണയുടെയും ഒപ്പം കോട്ടുള്ളിലെ മുഹമ്മദ് റിയാസിന്റെയും വീടുകൾ മറ്റും റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ റെയ്ഡ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ലേക്കറിന്റെയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നാണ്. അതിന് കോഴിക്കോട് ആസ്ഥാനമായി ഓഫീസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോഴും ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനം എന്ന രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ചില മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ചില ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ റെയ്ഡ് നടന്നത്. അതിൽ CPM ജില്ലാ സെക്രട്ടറി അംഗമായ P. നിഖിലിന് ഒരു പരസ്യ സ്ഥാപനമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ അന്നത്തെ പ്രതിപക്ഷമായ UDF ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. സർക്കാരിന്റെ കരാറുകളും മറ്റുമൊക്കെ ഈ സ്ഥാപനത്തിന് സംസ്ഥാന വ്യാപകമായി ലഭിക്കുന്നു എന്ന ആരോപണമൊക്കെ അന്ന് ഉയർത്തിയതാണ്. എന്തായാലും ആ സ്ഥാപനത്തിനും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനും നടത്തിപ്പിൽ റിയാസുമായി ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ പല വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പമാണ് KCK ഡെന്റൽ ആൻഡ് സർജിക്കൽ ഉടമയുടെ പൊറ്റമലിലെ അപ്പാർട്ട്മെന്റിലും സരോവരത്തെ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത്. ഈ സ്ഥാപനമാവാം ഒരുപക്ഷെ ഈ T വീണയുമായി ബന്ധപ്പെട്ട ലേക്കറിന്റെ ഈ മരുന്ന് ഇടപാടുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിനുമായി ബന്ധമുള്ളതെന്ന ഒരു കണക്കൂട്ടലാണുള്ളത്. ഒപ്പം തന്നെ പന്തീരങ്കാവ് സ്വദേശി വാരിഷ് കളത്തിങ്കലിന്റെ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, കാരപ്പറമ്പ് സ്വദേശി ഫബീഷ് മുഹമ്മദിന്റെ വീട്, റിയാസിന്റെ സഹപാഠിയായ ഫൈജാസിന്റെ വീട് എന്നിവിടങ്ങളിലുമൊക്കെ ഒരേ സമയം റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും റെയ്ഡിൽ എന്തൊക്കെ ലഭിച്ചു, എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊന്നും ED ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല. ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM. രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയില്ലാതാണ് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ EDയും ഇവിടെ കേരളത്തിലെ UDFന്റെ ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അതൊരു വ്യക്തിപരമായ കേസായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. കാരണം പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യം വെക്കുമ്പോൾ അതിനെ ഞങ്ങളിതിനെ ആ കേസുമായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊന്നുമില്ല.
രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാട് ഇനി തോട്ടും. അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ജനങ്ങൾക്കും അറിയാം.